ഇത്താത്തയെ, ജ്യേഷ്ഠത്തിയെ ഉമ്മനെ കാണുന്ന പോലെ ബഹുമാനിക്കണം. ആ ഇത്താത്തയെ കല്യാണം കഴിപ്പിച്ചു എന്നതുകൊണ്ട് നമ്മൾ സ്നേഹബന്ധം കുറക്കരുത്. 3 പെങ്ങന്മാരൊരാൾക്കുണ്ടായി, അവരെ മര്യാദയ്ക്ക് വളർത്തിയാൽ, അവർക്ക് സ്നേഹം കൊടുത്താൽ അയാൾക്ക് സ്വർഗമുണ്ട്, നരകമോചനമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങന്മാരെ നന്നായി പരിഗണിക്കണം. രണ്ടാനുമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് നമ്മുടെ ജ്യേഷ്ഠത്തിമാർ. പ്രത്യേകിച്ച് നമ്മുടെ ഇത്താത്തമാരെ നമ്മൾ നന്നായി പരിഗണിക്കണം. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ അവരുടെ ഒരു സ്വത്ത് സ്വതക്ക ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ തങ്ങൾ എന്താ പറഞ്ഞതറിയോ? നിങ്ങളുടെ സഹോദരിക്ക് അത് കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ കൊടുത്തതിനേക്കാൾ ഹൈറാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ചെലവഴിക്കുമ്പോഴും ആദ്യം നമ്മളെ പെങ്ങന്മാരെ പരിഗണിക്കണം. നമ്മളെ പെങ്ങളുടെ 2 കുട്ടികളുടെ ഇംഗ്ലീഷ് മീഡിയത്തിലെ ഫീസ് നമുക്ക് എടുക്കാൻ മനസ്സ് ഉണ്ടാവണം. വേറെ എവിടെങ്കിലും പള്ളി എടുക്കുകയും വേറെ എവിടെങ്കിലും സാന്ത്വനത്തിന് സഹായിക്കുകയൊക്കെ ചെയ്യൽ നല്ലതു തന്നെ. പാവങ്ങളായ പെങ്ങന്മാരുണ്ടായിരിക്കെ അവിടെ കൊടുക്കുന്ന സ്വതക്കയേക്കാൾ മഹത്വം സ്വന്തം കുടുംബത്തെ പരിഗണിക്കലാണെന്നറിയാത്തവരായി ഈ സദസ്സിൽ ആരും ഉണ്ടാവുകയില്ല. കല്യാണം കഴിക്കലോടുകൂടി ഉമ്മാനോടും ബന്ധം വേണ്ട, ഇത്താത്തനോടും ബന്ധം വേണ്ട എന്ന ലിബറൽ ആലോചന നമുക്കുണ്ടാവരുത്. താത്തയെ പൊന്നുപോലെ നോക്കണം. എവിടെ എന്ത് ഗിഫ്റ്റ് സ്വതക്ക കൊടുക്കുമ്പോഴും ആദ്യം പെങ്ങളെ പരിഗണിക്കണം. മരണപ്പെട്ടു പോയാൽ എന്തായാലും അവരുടെ നന്മകളല്ലേ പറയുള്ളൂ. നന്മ ഇല്ലാത്ത ഉണ്ടെങ്കിൽ പറയൂല, ഉണ്ടെങ്കിലും പറയൂല. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ കൂടി ഒരു വലിയ സ്വാധീനമാണ്. മറ്റുള്ളവർക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും നന്മയല്ലാതെ കേൾക്കാൻ ഇഷ്ടപ്പെടില്ലോ മരിച്ചവരെ പറ്റി. ആ ഒരു സംസ്കാരം വാസ്തവത്തിൽ ഇസ്ലാമിന്റെ സംസ്കാരം പൊതുസമൂഹത്തിന് ലഭിച്ചതാണ്. മറ്റുള്ളവർക്ക് അങ്ങനത്തെ വിലക്കൊന്നുമില്ലല്ലോ. പൊതുസമൂഹത്തിന് എന്താ മരിച്ചവരെ പറ്റി നന്മ തന്നെ പറയണമെന്ന്? അങ്ങനെ യുക്തിപരമായിട്ടോ ഏതെങ്കിലും നിലയിലുള്ള പാഠങ്ങളൊന്നും അവർക്ക് കിട്ടാനല്ലോ, ചിന്തയും കിട്ടാനില്ല. പിന്നെ ഈ പാഠം ആര് നൽകിയതാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതാണ്. മരണപ്പെട്ടവരെ കുറിച്ച് പറയേണ്ടത് നന്മകളായിരിക്കണം. ഒരിക്കലും നന്മയല്ലാത്തത് പറയാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ പ്രത്യേകമായൊരു അധ്യാപനമാണ്. ഈ അധ്യാപനം നമ്മൾ പാലിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഈ സംസ്കാരത്തിന്റെ രീതിയിൽ ഇതര സംസ്കാരങ്ങളിലേക്ക്, ഇതര സമൂഹങ്ങളിലേക്ക്, ഇതര സമുദായങ്ങളിലേക്ക് പകർന്നു കിട്ടിയതാണ് വാസ്തവത്തിൽ ഇത്. നന്മകൾ മാത്രം പറയാം. അത്തരം സദസ്സുകളാണല്ലോ ഈ സദസ്സുകൾ.